കേരളത്തിന്റെ സാമ്പത്തിക വാണിജ്യ വ്യാവസായിക തലസ്ഥാനമായി അറിയപ്പെടുന്ന കൊച്ചിയിൽ 30 ലക്ഷത്തിലധികം പേരാണ് താമസിക്കുന്നത്. വ്യവസായ പാർക്കുകളും IT പാർക്കുകളും നിരവധി കമ്പനികളും ഫാക്ടറികളും പ്രവർത്തിക്കുന്ന കൊച്ചിയിൽ ജനങ്ങൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു നഗരത്തിലെ ഗതാഗതക്കുരുക്കും യാത്രാ പ്രശ്നങ്ങളും. ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി 2016-ൽ കൊണ്ടുവന്ന പദ്ധതിയാണ് കൊച്ചി മെട്രോ. ഏറ്റവും സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നത് വഴി മികച്ച ജീവിത സാഹചര്യമുള്ള നഗരമാക്കി കൊച്ചിയെ മാറ്റുക എന്നതാണ് കൊച്ചി മെട്രോ ലക്ഷ്യം വയ്ക്കുന്നത്. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോകുന്ന കൊച്ചിക്ക് ഇന്ന് മെട്രോ ഒഴിച്ചുകൂടാനാകാത്ത ശീലമാണ്. ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഇന്ന് കൊച്ചിയിൽ മെട്രോയെ ആശ്രയിക്കുന്നത്. രാത്രിയും പകലും നിറയെ യാത്രക്കാരുമായി മെട്രോ പായുകയാണ്, ഇടതടവില്ലാതെ. ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെയുള്ള 25 സ്റ്റേഷനുകൾ വഴി 28.125 കിലോമീറ്റർ ദൈർഘ്യമാണ് കൊച്ചി മെട്രോ പിന്നിടുക. നഗരത്തിന്റെ പുതിയ മെട്രോ സ്റ്റേഷൻ സുഗമമായ യാത്രയ്ക്കുള്ള പുതിയ ഒരു അധ്യായം കൂടി തുറന്നുകൊടുക്കുകയാണ്. തൃപ്പൂണിത്തറയിൽ നിന്നും മറ്റു മേഖലകളിലേക്ക് ഭാവിയിൽ മെട്രോ ലൈൻ ദീർഘിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനും പ്ലാറ്റ്ഫോമുകളും നിർമ്മിച്ചിരിക്കുന്നത്. മെട്രോയെ പോലുള്ള സൗകര്യങ്ങൾ എല്ലാ സിറ്റിയിലും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് കൊച്ചിയെ പോലുള്ള സിറ്റിയിൽ ഇപ്പോഴത്തെ മെട്രോ തൃപ്പൂണിത്തുറയിൽ നിന്ന് കാക്കനാട്ടേക്കും ആലുവയിൽ നിന്ന് എയർപോർട്ട് വഴി അങ്കമാലി വരെ നീട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് മെട്രോ ട്രാവൽ വളരെ യൂസ്ഫുൾ ആണ്. കാരണം വണ്ടി ഉണ്ടെങ്കിൽ ബസ്സിനാണെങ്കിലും റോഡിൻ്റെ ഇപ്പോഴത്തെ ബ്ലോക്കും കൺജഷനൊക്കെ ഒഴിവാക്കിയിട്ട് മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്കൊരു ഡെസ്റ്റിനേഷനിലെത്താൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടിംഗ് ആണ് മെട്രോ ട്രാൻസ്പോർട്ടിംഗ്. സാധാരണ സ്കൂൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. സ്കൂൾ ബസ് ഭയങ്കര വിലയായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് നിർത്തി. പിന്നെ ലൈൻ ബസ് പിടിച്ചാലോ എന്ന് വിചാരിച്ചു, പക്ഷെ ലൈൻ ബസ് ഭയങ്കര തിരക്കും ട്രാഫിക്കും ഒക്കെയാണ്. അപ്പോൾ ഞാൻ മെട്രോ പിടിക്കുകയാണ്. മെട്രോനകത്ത് മന്ത്ലി പാസ് ചെയ്യാൻ എടുക്കും. മന്ത്ലി പാസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിലവ് കുറവാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് വീട്ടിലെത്താനും സാധിക്കുന്നുണ്ട്. ഇപ്പം എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ഇത് എനിക്ക് എന്തുകൊണ്ടും ലാഭമാണ്. റെയിൽ, റോഡ്, ജലഗതാഗത സൗകര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ മെട്രോ സംവിധാനമെന്ന സവിശേഷതയും കൊച്ചി മെട്രോ പദ്ധതിക്കുണ്ട്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് തന്നെ നടപ്പിലാക്കിയ കൊച്ചി വാട്ടർ മെട്രോ ജനങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു അഭിമാന പദ്ധതിയാണ്. ഉദ്ഘാടനം ചെയ്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ 12 ലക്ഷത്തിലധികം യാത്രക്കാരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തിരിക്കുന്നത്. 10ഓളം ദ്വീപുകളെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ വാട്ടർ മെട്രോ ദ്വീപ് നിവാസികൾക്ക് മികച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നു. മാത്രമല്ല, പ്രദേശവാസികൾക്ക് മികച്ച തൊഴിൽ സാധ്യതകളും വ്യാപാര ടൂറിസം മേഖലയുടെ വളർച്ചയും ഉറപ്പാക്കുന്നു. ഇതോടൊപ്പം തന്നെ ഭാവിയിൽ നേരിടേണ്ടിവരുന്ന ഇന്ധനക്ഷാമത്തിനും മലിനീകരണത്തിനും തടയിടാനും മെട്രോ സംവിധാനങ്ങൾ നമ്മെ സഹായിക്കുകയാണ്. ഇവിടുത്തെ മെട്രോ സർവീസ് സൂപ്പർ. ബാക്കിയുള്ള മെട്രോസിനെ കാണുമ്പോൾ ഇവിടുത്തെ വളരെ അഡ്വാൻസ് സിസ്റ്റമാണ്. ഇത് തൃശ്ശൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ തൃശ്ശൂർ റെസിഡൻ്റാണ്. ടൈം സേവിങ്, പിന്നെ നമ്മൾ ഇത് വേണ്ടല്ലോ, ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ജനറലായിട്ട് ലാൻഡ്സ്കേപ്പും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗ്രീനറി, ഇത്ര ഗ്രീനറി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ മെട്രോയിലേക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര കൺവീനിയൻസ് ആണ്. ഞാൻ വേറൊരു കോഴ്സസും ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ മെട്രോയിൽ വരുമ്പോൾ ഒരു ഭാഗത്തുള്ള ക്ഷീണങ്ങളില്ല, ഒരു പ്രശ്നങ്ങളില്ല. ബസ് ആകുമ്പോഴേക്കും വെയിലും കൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും മതിയാവും. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൺവീനിയൻസ് ആണ് മെട്രോ. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ തൃപ്പൂണിത്തുറയും കൂടി വരുവാണല്ലോ, അപ്പൊ എനിക്ക് ഇച്ചിരിയും കൂടി ഇത് അടുത്തും കൂടി ആവും. പിന്നെ ഇവിടുത്തെ നമുക്ക് കാർഡ്സ്, സ്റ്റുഡൻസ് കുറെ കാർഡ്സ് ഒക്കെ തരുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ 495 റുപ്പീസിനെയാണ് യൂസ് ചെയ്യുന്നത്. അതാണേലും ചീപ്പ് റേറ്റിന് അവൈലബിൾ ആണ്. സോ എനിക്ക് പേഴ്സണലി നല്ല കൺവീനിയൻസ് ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് ഞാൻ ഇടയ്ക്ക് മെട്രോയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അങ്ങ് തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി അങ്ങനെയുള്ളവർക്ക് എറണാകുളത്തേക്ക് പോകാനായിട്ട് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് തന്നെ ആലുവ വരെ വളരെ വേഗത്തിൽ ഒരു ബ്ലോക്കും കൂടാതെ സഞ്ചരിക്കാനുള്ള സൗകര്യം മെട്രോയിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ
ശ്രമിക്കുക. നമുക്കൊരു ബ്ലോക്കും ഇല്ലാതെ എടപ്പള്ളിയോ പാലാരിവട്ടോ കളമശ്ശേരിയോ എറണാകുളമോ MG റോഡോ സൗത്തോ ഇരുവേപ്പേട്ട എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു തടസ്സവുമില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്താൻ സാധിക്കുന്നുണ്ട്. 2017 ജൂണിൽ പ്രവർത്തനം ആരംഭിച്ച കൊച്ചി മെട്രോയ്ക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ പ്രവർത്തന ലാഭം നേടാനും സാധിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 5.35 കോടി രൂപയാണ് പ്രവർത്തന ലാഭം. കഴിഞ്ഞ വർഷം 142.2 കോടിയായിരുന്നു വരുമാനമെങ്കിൽ ഈ വർഷം അവസാനിക്കുമ്പോൾ അത് 200.98 കോടിയായി ഉയർന്നിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുൾപ്പെടെ തൊഴിലവസരങ്ങളൊരുക്കി സാമൂഹിക രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു കൊച്ചി മെട്രോ. രണ്ടാം ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്കിലൂടെ കാക്കനാട് വരെ 11.8 കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചി മെട്രോ സഞ്ചരിക്കും. ആകാശപാതയിലൂടെ സഞ്ചരിക്കുന്ന കൊച്ചി മെട്രോ ലോകോത്തര ഗതാഗത സംവിധാനങ്ങളുള്ള നഗരമാക്കി കൊച്ചിയെ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ്.